ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം യാക്കോബ് അപ്പോസ്തലൻ എഴുതിയ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണം നേരിൽ കാണുന്നതിനിടയായ ഒരു ശതാധിപൻ ഈ മനുഷ്യൻ വാസ്തവത്തിൽ നീതിമാനായിരുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഈ പ്രസ്താവന ചെയ്ത ശതാധിപൻ മാർസലസ് എന്ന പട്ടാള ഉദ്യോഗസ്ഥനായിരുന്നുവെന്നും ക്രിസ്തുവിൻ്റെ അങ്കിക്ക് വേണ്ടി ചീട്ടിട്ടപ്പോൾ അത് ലഭിച്ചത് ഈ ശതാധിപനായിരുന്നു എന്നും വിശദീകരിക്കുന്ന പ്രസിദ്ധമായ ഒരു ഇംഗ്ലീഷ് നോവലുണ്ട്. അതിൻ പ്രകാരം മാർസലസിനെയും തൻ്റെ ഭാര്യയെയും വാൾ കൊണ്ട് വെട്ടിക്കൊന്നുവെന്നും അവർ രക്തസാക്ഷികളായി തീർന്നു എന്നും കരുതപ്പെടുന്നു. അപ്പോസ്തലനായ പൗലോസ് ദീർഘകാലം തടവിൽ കഴിഞ്ഞതുകൊണ്ട് ധാരാളം റോമൻ പടയാളികൾ ക്രിസ്തുമതത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു എന്നും ചരിത്രം വ്യക്തമാക്കുന്നു. AD 400 നടന്നതായ ഒരു ചരിത്ര സംഭവം ഇപ്രകാരമാണ്. അർമീനിയയിലെ സെബാസെ എന്ന സ്ഥലത്തുണ്ടായിരുന്ന പട്ടാള ക്യാമ്പിൽ ഒരു ബറ്റാലിയനിലെ 40 പടയാളികൾ ക്രിസ്ത്യാനികളാകുവാൻ തീരുമാനിച്ചു. ക്രിസ്തീയ പീഡനം വളരെ കർശനമായിരുന്ന ആ കാലയളവിൽ രക്തസാക്ഷികളാകുവാൻ ധൈര്യമുള്ളവർ മാത്രമേ അങ്ങനെ സാഹസത്തിന് മുതിരുകയുള്ളൂ. റോമൻ ചക്രവർത്തിയെ ദൈവത്തെ പോലെ ബഹുമാനിക്കണം, അദ്ദേഹത്തിന് മാത്രമേ ബലിയർപ്പിക്കാവൂ. ഈ കൽപ്പനകൾ ലംഘിച്ചതിന് റോമൻ പടയാളികളുടെ വിസ്താരം കഴിഞ്ഞ് അവർക്ക് മരണശിക്ഷ വിധിച്ചു. വളരെ വിചിത്രമായ ഒരു ശിക്ഷാ നടപടിയാണ് ഉദ്യോഗസ്ഥർ സ്വീകരിച്ചത്. നവംബർ മാസത്തെ കൊടും തണുപ്പിൽ ഈ 40 പടയാളികളെയും കിസിൽമാക്ക് എന്ന നദിയിലെ മഞ്ഞുകെട്ടുകൾക്കിടയിൽ നഗ്നരായി നിർത്തി. വിശ്വാസം കാത്തു സൂക്ഷിക്കുവാൻ ഈ കൊടും തണുപ്പിൽ മരവിച്ചു പോകുന്ന ആ പട്ടാളക്കാരോട് കരയ്ക്ക് കയറി വന്ന് രക്ഷപ്പെടാം എന്ന് ഇടയ്ക്കിടെ ഉപദേശിക്കുന്നുണ്ടായിരുന്നു. ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിച്ച് തള്ളിപ്പറയുന്നവർക്ക് നദിയിൽ നിന്നും എപ്പോൾ വേണമെങ്കിലും കരയിൽ കയറി വരാം. കരയിൽ കത്തിക്കൊണ്ടിരുന്ന തീജ്വാലയും ഭക്ഷണ പദാർത്ഥങ്ങളും തയ്യാറുണ്ട്. മഞ്ഞുകട്ടയുടെ ഇടയിൽ മരവിച്ച് നിന്നുകൊണ്ട് ആ വിശ്വാസികൾ ഉറക്കെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നു. ഓരോരുത്തരായി ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ഈ ഭയങ്കര കാഴ്ച കണ്ട ഒരു പടയാളി ഭയപ്പെട്ട് കരയിൽ ഓടിക്കയറി ക്രിസ്തുമതം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ് തീയുടെ അരികിൽ ആശ്വാസം കണ്ടെത്തി. ഇതിനിടെ ഈ ക്രൂരമായ വധശിക്ഷയുടെ ചുമതല വഹിക്കുന്ന ഒരു ശതാധിപൻ ഒരത്ഭുത കാഴ്ച കണ്ടുകൊണ്ടിരുന്നു. ആകാശത്തിൻ്റെ വാതിലുകൾ തുറന്ന് മനോഹര രൂപികളായ മാലാഖമാർ ഭൂമിയിലേക്ക് പറന്നു വരുന്നത് അദ്ദേഹം കണ്ടു. അവർ കയ്യിൽ കിരീടങ്ങളുമായി നദിയിൽ നിൽക്കുന്ന പട്ടാളക്കാരുടെ അടുക്കിലേക്ക് വരുന്നു. 40 മാലാഖമാരാണ് വരുന്നത് എന്ന് പട്ടാള ഉദ്യോഗസ്ഥൻ വ്യക്തമായി കണ്ടു. ഈ ലോകജീവിതം അവസാനിപ്പിച്ച പടയാളികളെ കിരീടം ധരിപ്പിച്ച് മാലാഹമാർ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇതാ ഒരു മാലാഹ ഒരു കിരീടവുമായി കാത്തു നിൽക്കുന്നു. കാരണം ഒരു പട്ടാളക്കാരൻ ക്രിസ്തുവിനെ ഉപേക്ഷിച്ച് ഓടിപ്പോയി. അത്ഭുതമെന്ന് പറയട്ടെ, ആ ശതാധിപൻ പെട്ടെന്ന് തൻ്റെ യൂണിഫോം അഴിച്ച് കരയിൽ ഇട്ടിട്ട് ഓടി നദിയിൽ ചെന്ന് മരിക്കുന്ന ക്രിസ്തീയ വിശ്വാസികളുടെ നടുവിൽ നിന്നുകൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇതാ ഞാൻ വന്നു കഴിഞ്ഞു, അതെ, ജീവൻ്റെ കിരീടം വാങ്ങുവാൻ ഞാൻ വന്നു കഴിഞ്ഞു. കിരീടത്തിന് അവകാശമില്ലാതിരുന്നതുകൊണ്ട് മടങ്ങിപ്പോകുവാൻ തുടങ്ങിയ മാലാഹയ്ക്ക് സന്തോഷമായി. 39 പടയാളികളോട് ചേർന്ന് ആ പ്രധാന ഉദ്യോഗസ്ഥനും 40-ാമനായി രക്ഷിതാവിൻ്റെ നാമമഹത്വത്തിനായി ജീവൻ ബലി കഴിച്ച് കിരീടം സമ്പാദിച്ചു. മരണാസമ്പന്നനായ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഇപ്രകാരം പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ച് വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപനായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. ഈ വാക്കുകളുടെ ധൈര്യം അനേകം ക്രിസ്തീയ വിശ്വാസികൾക്ക് മരണത്തെ നേരിടാൻ, രക്തസാക്ഷി മരണം കൈവരിക്കുവാനായി ധൈര്യം പകർന്നു കൊടുത്തു. പത്രോസ് ശ്ലീഹായും നമ്മെ ഇക്കാര്യം ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും. പത്രോസിൻ്റെ 4 ലേഖനം 5-ാം അധ്യായം 4-ാം വാക്യം. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ഈ സ്നേഹകിരീടം സ്വന്തമാക്കുവാൻ ഈ പ്രഭാതത്തിലെ ധ്യാനം നമ്മെയും സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, നൽകിയ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ജീവൻ്റെ കിരീടത്തിന് അവകാശികളാകുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഈ ലോകത്തിലെ ഞങ്ങളുടെ ജീവിതം അതിനർഹതപ്പെട്ടതായി തീരുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.